ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. കുഞ്ഞൊരു കുട്ടി വ്ലോഗ് മാതിരി പറയാൻ പറ്റുമേ. ഞങ്ങളുടെ വെച്ചൂർ പശു പ്രസവിച്ചു. രാത്രിയായിരുന്നു, 12 മണി രാത്രി പ്രസവമൊക്കെ നടത്തി. പിന്നെ നമ്മൾ മാഷിനൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ രാത്രി മൊത്തം അതിൻ്റെ പുറകെ ആയിരുന്നു. വെച്ചൂർ പശുവാണ് ഇത് കാണിക്കുന്നത്. അതിൻ്റെ കിടാവ്, കുഞ്ഞു കിടാവ്, അത് ഇന്നലെ അങ്ങോട്ട് പ്രസവിച്ച് വന്ന കിടാവാ, ആൺകുട്ടിയാണ്. ഇത് വെച്ചൂർ പശുവിൻ്റെ കിടാവ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ കാര്യങ്ങളാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ചെറിയ വ്ലോഗായിട്ട് എടുത്തതാണ്. പാലൊക്കെ കുടിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പിള്ളേർ അതിൻ്റെ പുറകെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ്. അപ്പം താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്, കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ ഈ വില്ലേജ് വ്ലോഗ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഞങ്ങൾക്ക് ഇത് കൂടാതെ തന്നെ ഞങ്ങൾക്ക് ഒരു പശുവും കൂടെ ഉണ്ട്. അതിനെ വേറെ കെട്ടിയേക്കുക. ഇപ്പം ഇതിൻ്റെ കൂടെ കുഞ്ഞു കിടാവ് ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾ ഇച്ചിരി ഇട വിട്ടു കൊടുത്തതാണ്. വേറെ പശുവിനെ വേറെ സ്ഥലത്ത് ഇട്ടേക്കുവാണ്. ഇപ്പം ഞങ്ങൾ UAE ഇനിയും തീർത്തും ഞങ്ങൾ നാട്ടിലോട്ട് ഷിഫ്റ്റ് ആയല്ലോ. അപ്പം എൻ്റെ പിള്ളേർക്ക് UAEയിലായിരുന്നപ്പം ഒത്തിരി നാട്ടിൻപുറമൊക്കെ മിസ്സായി. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കിന് പശു പ്രസവിച്ചു കുട്ടീനെയൊക്കെ കാണാൻ പറ്റി. അതിൻ്റെ സന്തോഷത്തിൽ ഭയങ്കര സന്തോഷമാണ് രണ്ടുപേർക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. അപ്പം അവർ പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് 2 ആടും ഉണ്ട്, അതിൻ്റെ കുട്ടികളും ഉണ്ട്, 3 കുട്ടികളും ഉണ്ട്. അപ്പം അവർ പുല്ലും രാവിലെ എണീറ്റ് അവിടെ പുല്ല് എടുത്തുകൊണ്ട് വരും. എവിടെ നിന്നെങ്കിലും കച്ചിയും പുല്ലും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവർക്കൊക്കെ തീറ്റ കൊടുക്കും. നിങ്ങൾക്കിത് വീഡിയോയ്ക്ക് കാണാൻ പറ്റും. എൻ്റെ ഇത് കുഞ്ഞു കൊച്ചാണ്. കുഞ്ഞു കൊച്ച് രാവിലെ എണീറ്റ് ഇതിൻ്റെ പുറകെയാണ്. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. പിന്നെ 2 പോത്തൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഒരു നാട്ടിൻപുറമുള്ള ഒരു വീഡിയോയും വ്ലോഗും ഒക്കെയാണ്. സാധാരണപ്പെട്ട ആൾക്കാരുടെ വ്ലോഗാണ്. അപ്പം കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിടിച്ചോ മമ്മി? അപ്പൊ നീ അത് എന്നാ എടുത്തു? അപ്പൊ നീ
അച്ഛനും അപ്പച്ചനും അതിന്റെ അകത്താണ്. അപ്പച്ചനാണെങ്കിൽ തോയ്ക്കലും പറഞ്ഞു. അല്ല അപ്പൊ നീ അതാണ് തോയ്ച്ചോണ്ടിരിക്കുവാണ്. അച്ഛന് തോയ്ച്ചത് ദേ